സാറേ, ഈ അൽഖ്വയ്ദ ഒരു വിമാനം നമ്മുടെ നേരത്തെ റാഞ്ചിയായിരുന്നു. അപ്പം അത് പാകിസ്ഥാൻ മനഃപൂർവ്വം അൽഖ്വയ്ദയെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് ഹൈക്കമ്മീഷണർ, ഇന്നത്തെ ഹൈക്കമ്മീഷണർ ഇപ്പോഴത്തെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ശരിയായിരിക്കും അല്ലേ? ശരിയാണല്ലോ, അന്ന് നമുക്കറിയാം. ഇതിനൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് 1999 പുതിയ സഹസ്രാബ്ദം പിന്നെ പൊട്ടിവിടുന്നതിന് തൊട്ട് മുമ്പ് വാജ്പേയി വരിക്കും, അതല്ലേ സംഭവം. കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി. ഡൽഹി, എനിക്ക് തോന്നുന്നു അത് നേപ്പാളിൽ നിന്ന് വരുന്ന എയർലൈൻ ആയിരുന്നു. അതിനുശേഷം അത് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു, റീഫ്യൂവൽ ചെയ്തിട്ട് ലാഹോർ വഴി ദുബായും പോയത്. ദുബായ് വഴി അങ്ങനെയാണ് ഒരു കാണ്ഡഹാറിലേക്ക് ആ ഫ്ലൈറ്റ് കൊണ്ടുപോയത്. അന്ന് വാജ്പേയി അധികാരത്തിൽ ഇരുന്ന സമയം എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ NSS ക്യാമ്പിന് എവിടെയാണ്, അന്നാണ് രാവിലെ ഇത് കണ്ടത്. വിനയ് കട്ടിയാൽ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കട്ടിയാലായിരുന്നു അന്ന്, ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു, അയാളെ അവർ കുത്തിക്കൊന്നു. ഒരാളെ കുത്തിക്കൊന്നു. അയാളെ ഹണിമൂൺ കഴിഞ്ഞ് നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇതാണ് വിഷയം. അത് ചെയ്തത് അവരാണെങ്കിൽ അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ എന്നുണ്ടെങ്കിൽ എന്താ സംശയം? പാകിസ്ഥാനാണ്. അമേരിക്കക്ക് അതിൽ കൈയുണ്ടോ? അമേരിക്കയ്ക്ക് ഒരു മൗന സമ്മതം ഉണ്ടോ? അമേരിക്കനെ ഇൻഫോം ചെയ്യാതെ ഒരു മേജർ ഇന്റർനാഷണൽ ക്രൈമും പാകിസ്ഥാൻ ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ അവർ പെടും. അവർ കൃത്യമായിട്ട് അമേരിക്കനെ ഇൻഫോം ചെയ്തിട്ട് അവർ മേജർ ഇന്റർനാഷണൽ ക്രൈം ചെയ്യും. അങ്ങനെ അവർക്ക് മസൂദിനെ മോചിപ്പിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമായിരുന്നു. ആ മസൂദ് പിന്നെ പോയത് കാണ്ഡഹാറിലേക്കല്ലല്ലോ. ഹി സ്റ്റിൽ ഐ തിങ്ക് മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, US-ലല്ല, പാകിസ്ഥാനിൽ ഇവൻ ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കി. അതിനുശേഷം 10-20 വർഷം നമ്മുടെ തലവേദന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. കാരണം ഈ പറയുന്ന അതിനു മുമ്പേ കാശ്മീരി JKLF, ജമ്മു കാശ്മീർ ലിബറലൈസേഷൻ ഫ്രണ്ടോ എന്നൊരു പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അവരായിരുന്നു നമ്മുടെ തലവേദന ആദ്യം. ഈ ജെയ്ഷെ മുഹമ്മദ് വന്നപ്പോൾ ഇവരാണ് ഇന്ന് നമ്മുടെ തലവേദന. അപ്പം ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി, ഇവന്റെ കൂടെ 3-4 പേർ തീവ്രത, ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതിന് വേണ്ടി പാകിസ്ഥാനാണ്, അതിനെല്ലാ ലോജിസ്റ്റിക് സപ്പോർട്ടും ചെയ്ത പാകിസ്ഥാനാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഈ വിമാനം കൊണ്ടുവച്ച് ഫൈനലി ലാൻഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇന്റർനാഷണലി പാകിസ്ഥാന് ഭയങ്കര ക്ഷീണമാവും. അതുകൊണ്ട് അവർ കാണ്ഡഹാറിലേക്ക് അവരുടെ ഏരിയയിലേക്ക് കൊണ്ടുപോയി. ആ ഓർഗനൈസേഷൻ ബേസിക്കലി ഈ പാകിസ്ഥാനിന്റെ ISI മോണിറ്റർ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അത് നമ്മുടെ ഇതുപോലെ ഡൽഹി പാർലമെന്റ് ആക്രമണം പോലെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിൽ ആക്രമണം പോലെ. അക്കാര്യത്തിൽ ഒരു സംശയവും. അതിൽ അമേരിക്കയ്ക്കും ഒരു നിശബ്ദമായിട്ടുള്ള, അവർ നേരിട്ട് പങ്കാളികളൊന്നുമല്ല, പക്ഷെ അവർക്ക് അറിയാമായിരിക്കും. അല്ല, ഈ പാകിസ്ഥാനി അന്ന് തൊട്ടേ ഈ ടെററിസ്റ്റ് ഇവരെന്ന് തുടങ്ങിയ പരിപാടി. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ഈ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ അവർ ഈ പാകിസ്ഥാൻ അത്രയ്ക്ക് ഇതേമാതിരിയുള്ള ഒരു രാജ്യം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രവണതയിലേക്ക് പോകത്തക്ക രീതിയിലേക്കുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ശരിക്കും പാകിസ്ഥാനികളല്ല. പക്ഷെ പാകിസ്ഥാനിലെ എസ്റ്റാബ്ലിഷ്മെന്റ് അങ്ങനെയാണ്. പാകിസ്ഥാനികളിൽ നല്ലൊരു പങ്കും അവർക്ക് സമാധാനം വേണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ. അവരെ അങ്ങനെ വലിയ ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗമാണ് ബലൂചിസ്ഥാനൊക്കെ, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ്. ഈ ബലൂചിസ്ഥാനിലുള്ള ആളുകളൊക്കെ ഇന്ത്യയുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ചു. അതായത് ഒരു വിഭാഗം, അതാണ് ഖാൻ അബ്ദുൾ ഗാഫർഖാന്റെ ഒക്കെ ടീംസ്. അവരെയൊക്കെ പക്ഷേ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പിന്നെ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ഇടപെടലുകൊണ്ട് അവർ പാകിസ്ഥാന്റെ ഭാഗമായി പോയതാണ്. പിന്നെ അവിടെ അന്ന് ആ ഒരു 1957 കലാപത്തിന്റെ സമയത്ത് കമ്മ്യൂണൽ അല്ലാത്ത ആളുകൾ പോലും കമ്മ്യൂണലായി പോയിട്ടുണ്ട്. കാരണം ഓരോ കുടുംബത്തിലെ ആളുകളെ കൊല ചെയ്യപ്പെടുക. ഹിന്ദു എന്ന പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ ഇവിടുന്ന് കൊല ചെയ്യപ്പെടുക, ഹിന്ദു ആയതിന്റെ പേരിൽ അവിടെ കൊല ചെയ്യപ്പെടുക, ശവങ്ങളുമായിട്ട് ട്രെയിനുകൾ അങ്ങോട്ട് പോവുക, ശവങ്ങളുമായിട്ട് ട്രെയിനുകൾ ഇങ്ങോട്ട് പോവുക. അല്ലല്ല, സ്വാതന്ത്ര്യം കഴിഞ്ഞ 57 പിളപ്പിന്റെ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായ സമയത്ത്. അപ്പൊ അങ്ങനെ ഓരോ കുടുംബത്തിൽ 1-2 ആളുകൾ പിന്നെ എങ്കിലും മരിച്ചിട്ടുണ്ട്, കാണാതായിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികളെ. അവിടെയൊക്കെ പല റെഡ് സ്ട്രീറ്റിലൊക്കെയാണ് ചെന്ന് പെട്ടത്. അങ്ങനെ ഒരുപാട് ഒരു ട്രോമയാണ്, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ആളുകൾ അവിടെ കമ്മ്യൂണലായി പോയിട്ടുണ്ട്. ഇവിടെയും കമ്മ്യൂണലായി. ഇവിടെ ആദ്യം RSSന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വളർത്തുണ്ടായിരുന്നു RSS അല്ല, മറ്റേ ജനസംഘത്തിന്. എവിടെ? ഒന്ന് ജമ്മു കാശ്മീരും ഒന്ന് ഡൽഹിയുമാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വന്ന സ്ഥലമാണ് ഡൽഹിയിലെ തിലക് മാർഗ്. അവിടേക്കാണ് ഈ അഭയാർത്ഥികൾ കൂട്ടമായി താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ, BJPക്ക് അല്ല, ജനസംഘത്തിൽ അന്നേ. രണ്ടാമത്തെ എവിടെയാണ്? ജമ്മു കാശ്മീർ. അവിടെ അതിശക്തമായ ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ സംഘർഷം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിഭീകരമായിട്ട്. ജമ്മുവിലാണ് ഏറ്റവും കൂടുതൽ ജനസംഘത്തിൽ സാധ്യത ഉണ്ടായിരുന്ന വേറെ സ്ഥലം. പിന്നെ മധ്യപ്രദേശ് എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇത്രമാത്രം സ്വാധീനം വന്നത്, അത് ഇനി പഠിക്കേണ്ട വിഷയം. പക്ഷെ മറ്റു 2 സ്ഥലത്തും വിഭജനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ഇത്രമാത്രം അന്ന് ജനസംഘത്തിന് സ്വാധീനം ഉണ്ടായി കൊടുത്തത്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് ജനങ്ങൾ നല്ലൊരു ഇപ്പൊ സമാധാനമൊക്കെ ആഗ്രഹിക്കേണ്ട, പക്ഷെ അവിടെ എസ്റ്റാബ്ലിഷ്മെന്റിന് സമാധാനം വേണ്ട. അവർ നിന്ന് പോകുന്നത് ഈ വാർ ഇക്കോണമിക്ക് പോകാം. വാർ ഈസ് പ്രോഫിറ്റിങ്. അവരെ സംബന്ധിച്ച ബെനിഫിറ്റ് ആണ്.
വാറുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ മക്കളെ ലണ്ടനിലൊക്കെ വിളിച്ച് പഠിപ്പിക്കാൻ പറ്റൂ. അതിനുള്ള ചെലവുണ്ട്, ബജറ്റിൻ്റെ നല്ലൊരു പങ്ക് അങ്ങോട്ട് പോകും. ഈ പറയുന്ന പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അവിടെ ഒന്നും. അവിടെ നിന്ന് ബലൂചിസ്ഥാനിൽ വെള്ളം പോലും കിട്ടുന്നില്ല. അതാണ് അവരിപ്പം ഫൈറ്റിന് ഇറങ്ങിയത്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ എക്കോണമി കൊണ്ട് ജീവിക്കുന്ന, ഇന്ത്യ വിരുദ്ധത കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യം പതുക്കെ പതുക്കെ ഒരു കമ്മ്യൂണൽ ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കും. ലോക തീവ്രവാദത്തിന്റെ കേന്ദ്രം പലസ്തീനല്ല, ലോക തീവ്രവാദത്തിന്റെ കേന്ദ്രം പാകിസ്ഥാനാണ്. പാകിസ്ഥാനാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് മൊത്തം. പാകിസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ മിലിറ്ററിയാണ്. ആ മിലിറ്ററി വലിയൊരു വിഭാഗം ഈ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. ISI ആണ് ഇന്റർനാഷണൽ തീവ്രവാദികളെ ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ പോലെയുള്ള ഈ അണ്ടർവേൾഡ് ഡോൺസിനെ പരസ്പരം ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്സസ് ആണ് പാകിസ്ഥാനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ റിയലായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിരിച്ചു വിടണം. അവർക്ക് എന്ത് ചെയ്യണം? നിരന്തരമായി ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവിടെ പറയുന്നത് മാത്രമല്ല, ഇന്ത്യനെ തകർക്കാൻ വേണ്ടി, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെ അവർക്ക് ഫണ്ട് വരുള്ളൂ. അവരിഷ്ടം പോലെ ഈ തീവ്രവാദികൾ, ഇന്ത്യൻ മുജാഹിദീൻ, യാസീൻ ബഡ്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ മറ്റു പലരും ഉണ്ട് ഇവിടെയൊക്കെ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു, നമുക്ക് കൃത്യമായി തെളിവില്ലാതെ പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ഇവർ പാകിസ്ഥാൻ ഫണ്ടഡാന്നുള്ളതൊക്കെ കൃത്യമായി തെളിവ് വന്നതാണ്. ഇന്ത്യൻ മുജാഹിദീൻ പോലുള്ള തീവ്രവാദികൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യക്കാർ തുടങ്ങിയ തീവ്രവാദ സംഘടനയാണ് ഏത്? ഇന്ത്യൻ മുജാഹിദീൻ, യാസീൻ ബഡ്കൽ. നമ്മളെ കർണാടകക്കാരനെ എടുത്തിട്ടാണ് തുടങ്ങിയത്. അവരായിരുന്നു അടുത്ത കാലം ഈ ജയ്ഷെ മുഹമ്മദ് ഒന്ന് തടുത്തപ്പോൾ ഇവിടെ ചെറിയ വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ഇവന്മാരായിരുന്നു. അവരെ യാസീൻ ബഡ്കൽ എന്നാണ് അവിടെ നേതാവ്, കർണാടകക്കാരനാണ്. അവനിപ്പം ജയിലില്ല. അപ്പം അതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ തീവ്രവാദത്തിനാണ്. അവർക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടായത് ബ്രിട്ടീഷുകാർ അവർക്ക് എല്ലാ കാലത്തും ഈ ഉപഭൂഖണ്ഡത്തിൽ ഇടപെടാൻ വേണ്ടി അവരുണ്ടാക്കിയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഫലമാണ് പാകിസ്ഥാൻ രാജ്യം ഉണ്ടായത്. അപ്പോൾ അവർക്ക് അതിൽ ആദ്യം ബ്രിട്ടീഷുകാരനായിരുന്നു, ഇപ്പോൾ അമേരിക്കക്കാരനാണ്. അതിൽ ലാർജ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനുവേണ്ടിയാണ് കശ്മീർ എന്നുള്ള കീറാമുട്ടിയായ പ്രശ്നം അവിടെ വെച്ചിട്ട് പോയത്. അത് ജവഹർലാൽ നെഹ്റു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, സപ്പോർട്ടല്ല, ജവഹർലാൽ നെഹ്റു ഒരു റൊമാൻറ്റിക് ആയതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു UN പോയാൽ നമുക്ക് കാശ്മീരിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാവും. പക്ഷേ UN എന്താ സംഭവിച്ചത്? UN അത് വെച്ച് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം അവിടെ അന്ന് ഹിതപരിശോധന നടത്തിയ ഇന്ത്യക്ക് അനുകൂലമായ വരികയായിരുന്നു. ഇന്ന് ഹിതപരിശോധന നടത്തിയ പാകിസ്ഥാൻ അനുകൂലമായിട്ടേ വരുള്ളൂ. ആ രീതി കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടു. അപ്പം ജവഹർലാൽ നെഹ്റു അന്ന് ചെയ്യേണ്ടത് ഈ പാക് അധിനിവേശിച്ച കാശ്മീർ മുഴുവൻ പിടിച്ചടക്കിയതിനു ശേഷം വെടിനിർത്തലൊക്കെ വെച്ചാൽ ഇത് UN വിട്ടുകൊടുത്താൽ മതി. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, ഇപ്പോൾ ഈ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട് അവിടെ വെടിനിർത്തൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫോഴ്സ് അവിടെ ഉണ്ട്. നമ്മൾ ആഫ്രിക്കയിലൊക്കെ അയക്കുന്നില്ലേ, അതുപോലെ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമേ അല്ല. ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരാൾ ഒരു സ്ഥിരീകരണം വന്നു എന്നല്ലാതെ പാകിസ്ഥാൻ വാസ് ബിഹൈൻഡ് ഇറ്റ്. അൽഖയ്ദ അവർ നന്നായിട്ട് അൽഖയ്ദനെ ഉപയോഗിച്ചു, കാണ്ടഹാറിനെ ഉപയോഗിച്ചു. അല്ല, അഫ്ഗാനിസ്ഥാനിലും ഈ താലിബാനിസ്റ്റുള്ളത് നമുക്ക് എന്ത് പ്രശ്നം? അപ്പോൾ പ്രോബ്ലം വാസ് വിത്ത് ടെററിസ്റ്റ് ഹു ആർ ബേസ്ഡ് ഇൻ പാകിസ്ഥാൻ, ഹു ആർ വർക്കിംഗ് എസ്പെഷ്യലി ഇൻ ദിസ് പ്ലേസ് ജമ്മു ആൻഡ് കാശ്മീർ. അവിടെയായിരുന്നു നമ്മുടെ പ്രോബ്ലം. അപ്പം അതിന് അവരുടെ നേതാവായിട്ടുള്ള ഈ പറയുന്ന ജയ്ഷെ മുഹമ്മദിന്റെ തലവനെ വിട്ടുകിട്ടാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ, അതിൽ കൂടുതലൊന്നും അല്ല. അല്ല, ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ അന്ന് ഈ വിഭജന സമയത്ത് ഇത്രയും പരസ്പരം കൂട്ടക്കൊല ഉണ്ടാകാനുള്ള ഒരു കാരണം എന്തോ? അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഇങ്ങനെ ആൾക്കാരെ കൊല്ലാനുള്ള ഒരു, വിഭജിച്ചങ്ങ് പോയാൽ മതി അല്ലേ? ഇപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരുന്നു. ഈ കൂട്ടക്കൊലയുടെ ഒരു കാരണം അല്ല, ഇതിപ്പോ ഇയാള് ഗാന്ധി ഇന്ത്യ വിഭജനത്തിനെതിരായിരുന്നു. അവസാനം ഇന്ത്യ വിഭജനം നടന്നിട്ടില്ല. അത് ആ രീതിയിൽ 1940 തൊട്ട് വിഭജനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നവ്ഗാലി ഉൾപ്പെടെ, ബംഗാൾ ഉൾപ്പെടെ പല സ്ഥലത്ത് കലാപങ്ങൾ ഉണ്ടായി. ജിന്ന പാകിസ്ഥാൻ വേണമെന്നുള്ള വാദം ശക്തിപ്പെടുത്തി. 40കളിലാണ് ജിന്ന ഈ വാദം ശക്തിപ്പെടുത്തുന്നത്. അവിടെ ഡയറക്റ്റ് ആക്ഷൻ ഡേ ഉണ്ട്, 1945 മറ്റാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ. അന്ന് ഒരുപാട് ഹിന്ദുക്കളെ കൊന്നു. തിരിച്ച് അടുത്ത ഘട്ടത്തിൽ ഹിന്ദുക്കളും തിരിച്ചു കൊന്നു. അപ്പം ആ രീതി ആളുകൾ കമ്മ്യൂണലായി. നിങ്ങളെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളങ്ങ് മാറിപ്പോവും. അത് ഹേറാം എന്നുള്ള സിനിമയെ കമലഹാസൻ കാണിക്കുന്നുണ്ട്. അയാൾ ഭയങ്കര സെക്യുലർ ആയിട്ടുള്ള ആളാണ്. അയാളുടെ ഫ്രണ്ടാണ് ഷാരൂഖ് ഖാൻ, മുസ്ലിമാണ്. അപ്പം ഹേറാമിൽ ഈ പറയുന്ന ഇയാൾ ഭക്ഷണം മേടിക്കാൻ തിരിച്ചു കഴിയുമ്പോൾ അവിടെ തുണി അലക്കിക്കൊണ്ട് കൊടുത്തിരുന്ന വേലക്കാരൻ, ഇയാൾ ഇന്ത്യൻ ആർക്കോളജിക്കൽ സഭയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. ഇയാളുടെ ഭാര്യ റാണി മുഖർജിയെ റേപ്പ് ചെയ്ത് കൊന്നുകളയുന്നു. പിന്നെ ഈ നമ്മൾ കാണുന്നത് ഇങ്ങനെ തോക്കും എടുത്തിട്ട് തെരുവിലിറങ്ങിയിട്ട് കണ്ണ് കാണാത്ത ഒരു മുസ്ലിം വൃദ്ധനെ വെടിവെച്ച് കൊല്ലുന്നതാണ്. അയാളുടെ കൂടെ കുട്ടി അനാഥയാവും. വളരെ സെക്യുലർ ആയിട്ടുള്ള മനുഷ്യൻ. അയാളെ ഫ്രണ്ടാണ് ഷാരൂഖ് ഖാൻ. അദ്ദേഹത്തിന്റെ മുസ്ലിമാണ്. പിന്നെ ഇയാള് ഗാന്ധിയാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കി
എന്ന് തോന്നിയിട്ട് ഗാന്ധിയെ കൊല്ലാൻ പോകുന്നതാണ്. ഇതാണ് ഏറാമിലെ കഥ. പക്ഷെ ഗാന്ധി ഇദ്ദേഹത്തിന് പിന്നിലുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ഒരാള്, പിന്നെ ഇവിടുത്തെ 1-2 ഹിന്ദു രാജാക്കന്മാരൊക്കെ ഈ കഥയില്. അപ്പം മഹാത്മാഗാന്ധി രാജ്യത്തിന് എതിരെ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഫീല്. അപ്പൊ ഇങ്ങനെ അവിടെ അദ്ദേഹത്തെ കൊല്ലാൻ പോകുമ്പോഴേക്ക് ഇയാൾ ആര് കൊല്ലുന്നു? നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചിട്ടു. അതാണ് ആ സിനിമയുടെ കഥ. പക്ഷെ ഇതിന്റെ മുമ്പേ ഗാന്ധിയുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഇയാൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇയാൾ ഗോഡ്സെന്റെ ഇന്ന് ഗാന്ധിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ പിന്നെ ഭയങ്കര ഗാന്ധി ഫാനായി മാറുകയാണ്. അവസാനം ഇയാൾ മരിക്കുമ്പോൾ ഷാരൂഖ് ഖാന്റെ ഭാര്യ, ഷാരൂഖ് ഖാൻ അതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ വിട്ടിട്ട് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നു. അയാൾ എനിക്ക് ഇന്ത്യയാണ് ഇഷ്ടം എന്ന് ഇന്ത്യയിൽ വരുന്നത്. അപ്പം പക്ഷെ ആദ്യം ഷാരൂഖ് ഖാനെ പോലും ഇങ്ങനെ അംഗീകരിക്കുന്നില്ല. അത്രയും അടുത്ത് ദോസ്തായിട്ട് പോലും അത്രയും കമ്മ്യൂണിൽ അയാൾ മാറിക്കഴിഞ്ഞു. എന്നിട്ട് അന്ന് നടക്കുന്ന ഷൂട്ടൗട്ട് ഷാരൂഖ് ഖാൻ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് ഇയാൾക്ക് പിന്നെ മാനസിക പരിവർത്തനം വരുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഈ വിഭജനത്തിന് കാരണമായത് ഈ പറയുന്ന, അതായത് ഇതേ മാനസികാവസ്ഥയിൽ ആൾക്കാരെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ കളിച്ചിരുന്നു. അത് വർഗീയവാദികളാണ്. കാരണം മനസ്സ് മതത്തിനൊക്കെ നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ. അടുത്ത വീട്ടിലെ സമ്പത്തുള്ളവനെ അവന്റെ ഭാര്യയെ നോക്കുന്ന ഒരാളുണ്ട്. നമ്മൾ മാന്യമായി നടക്കുന്ന ഈ സിസ്റ്റം എങ്ങനെ ആയതുകൊണ്ടാണ്. സിസ്റ്റം നമുക്ക് അനുകൂലമായി നമ്മൾ ഭൂരിപക്ഷമാകുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ പറയുന്ന പ്രാപിടിയനും നമ്മളെ ഇടയിലെ ഈ പറയുന്ന ഷൈലോക്കും ഒക്കെ ഉണരും. അത് വെട്ടിപ്പിടിക്കാൻ നമ്മളറിയാതെ അങ്ങനെ മറികടക്കണമെങ്കിൽ അത്രയും മാനസികമായിട്ട് ശക്തിയുള്ള ആളുകൾ. അങ്ങനെ ഒരു സൊസൈറ്റി വളരെ എളുപ്പം അനുകൂലമായ സാഹചര്യത്തിൽ ബന്ദ് ദിവസങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അതുവരെ വളരെ കാമൻ കോറ്റായി നടന്ന ആളുകൾ ഒരു പാർട്ടിയുടെ കൂടെ കൂടി അവർ എന്ത് കാണിക്കും? അതുപോലെ കോളേജിൽ പിള്ളേരെ കണ്ടേ വളരെ പാവമായി നടന്ന പിള്ളേർ അടി നടക്കുമ്പോൾ ഒരു കൂട്ടം കൂടി അവർ എന്ത് ചെയ്യും? ഇതൊരു മാനസികാവസ്ഥ. അപ്പൊ ഈ രീതിയിൽ ചില ഹിന്ദു മഹാസഭ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു, മുസ്ലിം ലീഗ് പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ ജിന്നയോ അതുപോലെ തന്നെ ഇവിടെ വിഭജനത്തിന്റെ സമയത്ത് ഇവിടുത്തെ നേതാക്കന്മാരായിട്ടുള്ള നെഹ്റുവോ പട്ടേലോ ഒന്നും തന്നെ ഈ രീതിയിലുള്ള മനുഷ്യപ്പോലെ അവർ വിചാരിച്ചത് പോലുമില്ല. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിട്ടുണ്ടാവും. അത് കാലാകാലമായി മുഖമായി കിടക്കുന്നു. അപ്പം വൺസ് നിങ്ങൾ ഈ വിവരമുള്ള ആളുകളായിരിക്കും ഇത് തുടങ്ങി വെക്കുന്നത്. പക്ഷെ വൺസ് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, ഒരു വിഭജനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, പിന്നെ തെരുവിലുള്ള ഗുണ്ടകളും ക്രിമിനലുകളും ഏറ്റെടുക്കും. പിന്നെ അവരുടെ രാജ്യമാണ്, അവരുടെ നായാട്ടാണ്. അതാണ് നമ്മുടെ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.